ഇതിൽ കുറ്റം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കുറ്റം ചെയ്തെങ്കിൽ ആരായാലും പോലീസിൻ്റെ പിടിയിൽപ്പെടും. അതായത് നിയമത്തിൻ്റെ കരങ്ങളിൽ കുറ്റവാളികൾ പെടുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ആദ്യമേ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയതാണ്. അറസ്റ്റ് നടന്ന ഉടനെ തന്നെ സാധാരണ നിലക്ക് അതിവേഗതയിലായിരുന്നല്ലോ. പെട്ടെന്ന് തന്നെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ അന്വേഷണം തുടരുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴും അന്വേഷണത്തിൻ്റെ വഴിയിൽ തന്നെയാണ് പോലീസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആരൊക്കെ പെടേണ്ടതുണ്ടോ അവരൊക്കെ നിയമത്തിൻ്റെ കരങ്ങളിൽ പെടും എന്ന് ഉറപ്പിക്കാവുന്നതാണ്. അതാണ് ഈ അറസ്റ്റ് നടന്ന ഉടനെ ഗൂഢാലോചനക്കാരുടെ പിന്നാലെ പോകാനല്ല ആ ഘട്ടത്തിൽ കഴിയാൻ. ആദ്യം വേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെ പിടികൂടലായിരുന്നു. ആ പ്രതികളെ പിടികൂടുന്ന ഘട്ടത്തിൽ ഗൂഢാലോചനയെക്കുറിച്ച് പറയുമ്പോൾ പോലീസ് അന്വേഷണം തുടരും എന്ന് അന്നേ ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ അന്വേഷണം തന്നെയാണ് ഇപ്പോഴും തുറന്നത്. നേരത്തെയുള്ള ഡി ജി പി ആയാലും, നേരത്തെയുള്ള ഡി ജി പി ആണല്ലോ ഇപ്പോഴുള്ളത്, നേരത്തെയുള്ള ഡി ജി പി ആയാലും ഇടക്കാലത്തുള്ള ഡി ജി പി ആയാലും ഇപ്പോൾ തുടരുന്ന ഡി ജി പി ആയാലും ഇവരോടെല്ലാം അതേപോലെ അന്വേഷണ ടീമിനോടും പറഞ്ഞിട്ടുള്ള കാര്യം കൃത്യമായി അന്വേഷണം നടത്തുക, കുറ്റവാളികൾ ആരാണോ അവരെ പിടികൂടുക. ഈ നിർദ്ദേശമാണ് ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്.